ജാക്ക് റസൽ ടെറിയർ എന്ന് പറഞ്ഞ ടൈപ്പ്. എങ്ങനെയുണ്ട്? സോഫ്റ്റ്. ഇത് തുറന്നു വിടുവോ മയിലിനെ? ഇതാരൊക്കെയാ? ഇതെന്തൊക്കെയാ? പശു. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓടി ഇവിടെ വന്നത്, ഈ മാങ്ങ കാണാൻ വേണ്ടി. കാരണം മാങ്ങയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്. ഒരു ഹരിക്കാൻ ഈ ടിവിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഹരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. ഇടയ്ക്കൂടെ നമ്മൾ പോയിട്ട് അതെ അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. അതെ ഇത് നിൽക്കി നോക്ക് എൻ്റെ പൊന്നോ, നാട്ടിലെ ചട്ടികൾ. ഓ ചെമ്പ്, സൂപ്പർ വാള്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് ഫാമും കൃഷികളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതോടൊപ്പം തന്നെ ഹണ്ടിങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്ലോറിഡയിലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറിഡ ഹോം സ്റ്റേയിൽ വന്നിരിക്കുകയാണ്. ഹോം സ്റ്റേയിൽ നമുക്കൊരു വേണ്ടപ്പെട്ട വീടാണ്. മോൾ ആൻഡ് മാത്യൂസ് അവരുടെ വീടാണ്. അതോടൊപ്പം തന്നെ മോളും കൂടെ ഉണ്ട്, ഏഞ്ചല ബാക്കിലുണ്ട്, മോൾ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൃഷി കാര്യങ്ങളും അവർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ നല്ല ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും അതോടൊപ്പം തന്നെ മൃഗങ്ങളും എല്ലാം ഉള്ള ഒരു ഫാമാണ്. സോ സൂപ്പറായിരിക്കും നമുക്ക് കാണാനായിട്ട്. ഓക്കെ, നമുക്ക് പോയി കാണാം. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ വിത്ത് JJP. ഇവരാണ് നമ്മുടെ കൂടെ ഇന്ന് ഗൈഡ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം കൊണ്ടുപോയി നമ്മളെ കാണിക്കും. അപ്പം മോളാണ് ഇതിൻ്റെ എല്ലാ ലീഡർഷിപ്പിലൂടെ എല്ലാ കൃഷികളും ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥലം ഇവിടെ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് കോട്ടയത്ത് അതിരമ്പുഴയിൽ വന്ന് ഇവിടെ വന്ന് അമേരിക്കയിൽ വന്ന് സൂപ്പറായിട്ടൊരു വീടും അതോടൊപ്പം തന്നെ കൃഷി ഇവിടെ ഹസ്ബൻഡാണ് കൃഷിക്ക് കൂടുതൽ ഇഷ്ടം. ഇല്ല. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ബിസി ആയിട്ട് വേറെ എവിടെ കണ്ട് പോയേക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മോളിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ എല്ലാം പോയി കാണുന്നതായിരിക്കും. സോ നമുക്ക് പോയി കാണാം. റെഡി? നെല്ലിക്ക. അയ്യോ, ഇതിനകത്ത് പിടിച്ചായിരുന്നോ നെല്ലിക്ക? ആണോ? ഇപ്പൊ നെല്ലിക്ക പൂത്ത് എപ്പോഴാണ് ഇത് ആവുന്നത്? അതാണ്. ഇതൊന്ന് കാണിച്ചേ. ഇത് കണ്ടില്ലേ പൂത്ത് ഇരിക്കുന്ന കേട്ടോ നമ്മളെ നെല്ലിക്ക. ഓക്കെ ഇതെല്ലാം പൂത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിവിടെ എല്ലാം സൂപ്പർ നെല്ലിക്ക ഉണ്ടാവും. ഇങ്ങോട്ട് കണ്ടു വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. എന്നാണ് കണ്ടപ്പോൾ തന്നെ ഒരു കണ്ണൊരു കോർമ്മ. ഇത് പോലെ പാവയ്ക്ക് ഇപ്പോൾ പറിച്ച് ഞാൻ തോന്നുന്നു കുറച്ച്. ഇതെന്തോ കുമ്പളങ്ങയോ? ഇത് കുമ്പളങ്ങ. കുമ്പളങ്ങ നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനകത്തുണ്ടോ? ഉണ്ടോ? പൂത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ ഈ ചക്ക മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ ഉള്ളത് കൂടുതലും. ഇപ്പോൾ എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? 2000 അമേരിക്ക വന്നത്. 2000 ഫ്ലോറിഡ 2002 ഈ ഹോം സ്റ്റേയിൽ വന്നിട്ട് ആക്ച്വലി ഒരു 5 ഏക്കർ സ്ഥലം മേടിച്ചു. അതൊരു 15 വർഷം മുമ്പ്. പിന്നെ ഈ വീട് മേടിച്ചിട്ട് 7 വർഷം. ഈ വീടും ഫാമും കൂടെ ഇതൊരു 2 ഏക്കർ ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഇത്ര ആക്കി എടുത്തത് ഇവിടെ? ഇവിടെ വന്നപ്പോൾ എല്ലാം ഒന്നും ഇല്ലായിരുന്നു. വീട് തന്നെ ആദ്യം മേടിച്ചു, പിന്നെ കുറെ സ്ഥലം അതോടുകൂടി പിന്നെ മേടിച്ചെല്ലാം കൂടെ ഒന്നിച്ചാക്കിയതാണ്. ഇപ്പം ഈ കൃഷി മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ലാതെ കൃഷിയുണ്ട്, നഴ്സറി ഉണ്ട്, ഒത്തിരി ആനിമൽസ് ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് പ്ലെയിനെ കൊണ്ടുപോകാൻ വരാത്ത സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ചന്ത പോണ പോലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോണ പോലെ എല്ലാ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആൾക്കാരെല്ലാം വന്ന് മേടിക്കാം. ഇത് എത്ര ഏക്കർ ഉണ്ട്? ഇത് 2 ഏക്കർ. 2 ഏക്കർ സ്ഥലത്താണ് ഇത്രയും കൃഷികളും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ അത്തി നിൽക്കുന്ന ഒരു കാ നിപ്പുണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ? കള്ളെത്തുന്ന പനകള്. ഇതല്ല ഇല്ലേ? ഇത് നമ്മുടെ അതല്ല കള്ള് എത്തുന്ന ഒരു ഇത് വെച്ചേക്കുന്നുണ്ടോ? ഒരു ബോട്ടിൽ വെച്ചേക്കുന്നുണ്ടോ കള്ളിന് വേണ്ടിയുള്ള? ഓക്കെ. ഇത് നമ്മുടെ വാളംപുളി. ഇത് പുളി. അതാണ് നിപ്പുണ്ട് പുളി. ഓ, ഇത് കണ്ടില്ലേ? ആഹാ, കേട്ടോ അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ? നാട്ടിലെ ഓർമ്മയുണ്ടോ നമ്മൾ പുളി കഴിക്കുന്നത്? ഇങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടില്ലേ? അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഇത് മധുരപ്പുളിയാ. ഒരു മധുരം കൂടെ കൂടിയുള്ള ഒരു മോള് ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഏഞ്ചല. എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? വിച്ച് ഗ്രേഡ്? 8th ഗ്രേഡിലാണ് പഠിക്കുന്നത് മോള്. വേണ്ട
I was about to say 7th, but it's summertime. സമ്മർ ടൈമിന് അടുത്ത 8 പോകുന്നത്. സോ നമുക്ക് ഇതുവഴി കറങ്ങി നമുക്ക് അതാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ആടൊക്കെ അവിടെ പോകണം, നമുക്ക് എല്ലാം കാണാം കേട്ടോ. അതാ നിൽക്കുന്ന നോക്ക്. ഇത് എല്ലാ ടൈപ്പ് ഒരു ഇവിടെ ഒരു 10-50 60 ഇടയ്ക്ക് പ്ലാവ് ഉണ്ട്. മിക്കവാറും 2 വർഷം കൊണ്ട് തന്നെ കായ്ച്ച ഒരുപാട് പ്ലാവ് ഉണ്ട്. ഇതുണ്ട്, കുറേ ഉണ്ട്. ഇത് നോക്ക്, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. വലിയൊരു ചക്ക നിൽക്കുന്നുണ്ട്. ഇത് ചെറിയ വേണ്ട ആയ ചക്കയായത് കേട്ടോ. ഇത് പറിക്കാൻ സമയമായി. സോഫ്റ്റ് ചെറുതായിട്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് മേടിക്കും ഇതിനായി ചക്കയൊക്കെ സ്പെഷ്യലായിട്ട് ഇഷ്ടം പോലെ ചക്ക മേടിക്കും. പിന്നെ നമ്മൾ ചക്ക വെട്ടി കീന്തി വെക്കും, ആൾക്കാർക്ക് കൊണ്ടുപോകാനും മേടിക്കാനും എളുപ്പമായിട്ട്. എല്ലാവർക്കും സമയമില്ലാത്തവർക്ക് അപ്പോൾ അവർക്ക് കൊണ്ട് ഫ്രീസർ കൊണ്ട് വെച്ചാൽ മതി. നമ്മുടെ ഒരു ഡോഗ് ആണ് നമ്മുടെ അവൻ്റെ പേരെന്തുവാ? ജൂഡി. 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 ഹായ് ജൂഡി. വാവ്, ഇത് കണ്ടോ? ഓ മൈ ഗാഡ്. ജോഹാന, you see that? Puppies. എല്ലാം പിടിച്ചോ. Puppy. You want to hold it? Yeah. ഇത് ജാക്ക് റസൽ ടെറിയർ എന്ന് പറഞ്ഞ ടൈപ്പാണേ. ഒത്തിരി രോമമൊന്നും ഇല്ലാതെ വീടിനകത്തൊക്കെ വളർത്താനും അലർജി ഒക്കെ ഉള്ളവർക്കൊക്കെ വീടിനകത്ത് വളർത്താൻ കുഴപ്പമില്ല. കാരണം രോമമൊന്നും അധികം ഷെഡ് ചെയ്യത്തില്ല. സൂപ്പർ. എങ്ങനെയുണ്ട്? സോഫ്റ്റ്? Yes, so soft. So cute. ആണേ വേറെ 2 കൂടെ ദാഹിക്കുന്നു. വാവ്. നെഞ്ചില പിടിച്ചോ. ഇത് കൊടുക്കുവോ അതോ ഇവിടെ നമ്മൾ വിൽക്കും? വിൽക്കും. ഓക്കെ. പലതരത്തിലുള്ളതുണ്ട്. നമ്മൾ കുറച്ച് കീപ്പ് ചെയ്യും. Look at the face, man. Cute. അടിപൊളി. സൂപ്പർ. അടിപൊളി. മാവിൻ്റെ തൊട്ട് ഒരു ബന്ധം. ഓക്കെ, ഇങ്ങോട്ട് വാ. പൂച്ചയുണ്ട് കേട്ടോ ഇവിടെ. ആരാ? ലൈറ്റ്നിങ്ങോ? ഒത്തിരി കളറുള്ളതുകൊണ്ട് ലൈറ്റ്നിങ് കിട്ടും. ഓ മയിലുകള്. ഒരു ആണും പെണ്ണും ഉണ്ടായിരുന്നു. അപ്പം അമ്മപ്രാവും അപ്പംപ്രാവും മാറി മാറി അവിടെ ഇരുന്നാണ് പ്രാവുകള് 3 മേലിലോട്ട് ഇവിടെ ഉണ്ടായതാണ്. അത് വെള്ളം അവർ രണ്ടുപേരും അപ്പപ്രാവും അമ്മപ്രാവും മാറി മാറി ഇരുന്ന് അവിടെ ഇരുന്ന് വിളിച്ചെടുത്ത 3 പേരെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. 2 പേരും കൊറേ പട്ടികളുണ്ടല്ലോ ഇവിടെ. ഇതാരൊക്കെയാ? ഇതെന്തൊക്കെയാ? കുളിപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇതും ഇതൊക്കെ ആൾക്കാർക്ക് വിൽക്കുവോ? വിൽക്കുന്നുള്ളൂ. ഓക്കെ. ഹലോ, ഹായ്. ആർക്ക് കൊടുക്കാനാ? നാളെ പോകുന്നു. ഒരു പശു. എത്ര പശുവുണ്ട്? ഉള്ളു. ഓക്കെ. ആടുകളുണ്ടല്ലോ കുറെ. ഇവന്റെ ബ്ലൂ ഐസാ കണ്ടോ? അവന്റെ കൈസ് കണ്ടോ? ഇവന്റെ കണ്ണ് കണ്ടോ? ഇവന്റെ കണ്ണ് കണ്ടോ? ബ്ലൂ ഐസാ. സ്പെഷ്യൽ. അവന് നല്ല വില കൂടുതലുള്ള ടൈപ്പാണ്. കുറെ ആടുണ്ട് കേട്ടോ ഇവിടെ. അവള് കറക്കുന്ന ആടാ. അവിടെ പാൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യും. വയറ് പറഞ്ഞു കിടക്കാം. ഈ വെച്ചു ടൈപ്പാ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറെ പാടാണല്ലോ. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതെല്ലാം? സാൻഡിച്ചായനും ഞാനും കൂടുതൽ ചെയ്യും. പിന്നെ പണിക്കാരെ കിട്ടും. വേണമല്ലോ വാതിക്കലൊക്കെ പണിക്കാരെ കിട്ടും. അവരെ വിളിച്ചോണ്ട് വന്ന് 1 മണിക്കൂർ ഇങ്ങനെ പൈസ പറഞ്ഞു, അങ്ങനെ മണിക്കൂറിന് പൈസ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് പണി ചെയ്തോളും. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ചെയ്തോളും. ഇത് അമ്പഴങ്ങ. എന്നും അമ്പഴങ്ങ ഉണ്ട്. എന്നും 12 മാസമുണ്ട്. ഇതിപ്പോ വലുത്, അവിടെ നോക്ക് ചെറുത്, ഇതിപ്പോ അടുത്ത പൂത്ത് വരുന്നു. എന്നും അമ്പഴങ്ങ ഉണ്ട്. എല്ലാവരും ഉണ്ട് ഇപ്പോൾ. നല്ല കണ്ണ് എഴുതി പോലെ ഉണ്ട്. ഈ ലൈനിൽ മൊത്തം കപ്പയാണ്. ചേമ്പുണ്ട്. ചേമ്പാണോ അത്? ചേമ്പല്ല. കഴിഞ്ഞ വട്ടം ഞാൻ ചേമ്പെന്ന് പറഞ്ഞ് കുറേ പേര് ചീത്ത വിളിച്ചായിരുന്നു. ചേമ്പ് മത്തനും എല്ലാം ഉണ്ട്. മത്തൻ അടയ്ക്കുന്നു. വേണ്ട, മത്തൻ ഇവിടെ കിടപ്പുണ്ട്. അതാണ് അടയ്ക്കുന്നത്. മത്തൻ നിപ്പോണ്ട് ഇവിടെ. ഓക്കെ. സ്ട്രോബെറി പ്ലാന്റ് നമ്മുടെ വേറെ സ്ട്രോബെറി ഇല്ലേ, ഇത് സ്ട്രോബെറി പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് അത്. ഓക്കെ. ഓ ഇത് നമ്മൾ വൈറ്റമിൻ സി വേറെ ഗുളിക എല്ലാം തന്നെ. ഒന്നും അധികം ഫ്രൂട്ട്സ് ഇത്തവണ ഇല്ല. ഇതുണ്ടോ? ട്രൈ നോക്ക്. സ്ട്രോബെറി എങ്ങനെയുണ്ട്? സ്വീറ്റ്. ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ചക്ക നിൽക്കുന്നുണ്ടോ? ഒരു ബ്രൗണിഷ് കളർ ഉണ്ടോ? കാപ്പിപ്പൊടി തരത്തിലുള്ള.
സംഭവം സെയിം നമ്മുടെ ഇത് ചക്കയല്ലേ? ഇത് മെക്സിക്കൻ സപ്പോട്ട എന്ന് പറയുന്ന ഫുൾ പ്ലാന്റ് ആണേ. മെക്സിക്കൻ സപ്പോട്ട എന്ന് പറയുന്നത് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയും. അത് പഴുത്ത് കഴിയുമ്പോഴത്തേനും മൂത്ത് കഴിയുമ്പോഴത്തേനും അത് പറിച്ചു കഴിഞ്ഞാൽ അകം ശരിക്കും ചോക്ലേറ്റ്, നമ്മൾ ചോക്ലേറ്റ് മേടിക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ നമുക്ക് കോരി കഴിക്കാം. ബ്രെഡ് സ്പ്രെഡ് ചെയ്ത് കഴിക്കുവോ അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല ഓർഗാനിക് ചോക്ലേറ്റ്. വേണ്ടേ കുറേ താറാവ് നിൽക്കുന്നുണ്ടോ? ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ നാട്ടിൽ വിചാരിച്ച് അമേരിക്ക വന്നിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന വിചാരിക്കണ്ട. ഇവിടെ താറാവുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, ഇതുണ്ടല്ലേ പശു വേറെ ആടെ വരുന്നു. ആണ്ടേ മയില് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ആണ്ടേ കോഴി താനിക്കുന്നു. ഉണ്ടോ കോഴി? ഓക്കെ. കറിവേപ്പില അത് ഇത് ഞാൻ കറിവേപ്പിലെ കുറിച്ച് ഞാൻ എൻ്റെ ഫാം വീഡിയോ ഒക്കെ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കറിയാമല്ലോ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു എതളിന് $1 $2 ഒക്കെയാണ്. ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ ഇത് കണ്ട് പറിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു. ഫ്രഷായിട്ട് മീൻകറിയൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ കറിവേപ്പില ഇട്ടൂടെ. നമ്മളൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചതും ഒക്കെയാണ് ഇടുന്നത്. നമ്മുടെ കോഴികൾ നിൽക്കുന്നുണ്ടോ ഇഷ്ടം പോലെ കോഴികൾ. സൂപ്പർ. റോഡ് ഐലൻഡ് ഒത്തിരി കുറേ കോഴികളുണ്ട് ഇവിടെ കണ്ടില്ലേ. ആഹാ ഏതാ ഫെസൻ? എടുത്തോണ്ട് പറഞ്ഞോ? വേണ്ട അതിന്റെ മുട്ട ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഫെസന്റ് അത് ആണും 2 പെണ്ണും. എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട്. മുട്ട വീതം അടിപൊളി. കോഴിയുടെ പൂവൻ കോഴി ഇരിക്കുന്നു പോകുന്നുണ്ടോ? പൂവൻ കോഴി ഇവിടെ വേണ്ട. എൻ്റെ ഫെസന്റ് നിൽക്കുന്ന സാധനം എന്തുവാ? യമു വർഗത്തിലുള്ള യമൂസ് നിൽക്കുന്നുണ്ടോ? കാടകൾ നിൽക്കുന്നുണ്ടോ? കാട, കോഴി, താറാവ് എല്ലാം ഉണ്ട്. ഈ ഫാമിനെ കുറിച്ചൊക്കെ എനിക്ക് കുറേ പേര് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോസും കുറേ ഫാം ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വട്ടം വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഏറ്റവും കൂടുതൽ പിടിച്ച സമയമാണ് ഈ വർഷം. ഫ്ലോറിഡയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. എന്നാൽ തന്നെയും ഇങ്ങോട്ട് പോകുന്നത് നോക്കേ. ഇതിനകത്ത് പഴുത്ത നോക്കാം. നമുക്ക് ഇതുകൊണ്ട് വന്നേ ജോഹാന. ഇതുണ്ടോ? ഇത് കണ്ടോ? തൊട്ടില്ല അതിനും പൊട്ട് പഴുത്ത്. ഇത് കണ്ടോ? ഇങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടോ? ഇത് കഴുകി പോലും വേണ്ട. കാരണം ഇവിടെ എപ്പോഴും മഴയുള്ളതാണ്. ക്ലീൻ ആക്കിക്കൊണ്ട് ഇത് അങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടോ? So tasty. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടായി വരുന്നുണ്ട്. കണ്ടോ കുഞ്ഞു ഉണ്ടായി വരുന്നുണ്ട്. ഈ വർഷം മുഴുവനുണ്ട് ചക്ക ഇവിടെ. ഇവിടെയും കുറെ മാങ്ങ നിപ്പുണ്ട്. ഇത് കണ്ടില്ലേ? ഓ മൈ ഗാഡ്. നിൽക്കുന്നത് ഈ നിൽക്കുന്നത് എല്ലാം സൂപ്പർ ഒരേ തരത്തിലുള്ള വലിയ മാങ്ങകൾ. ഇതുണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. കിങ് ഓഫ് ദി മാംഗോ എന്നാ പറയുന്നത്. കണ്ടല്ലോ പഴുത്തിരിക്കുക കേട്ടോ. ഇത് പഴുത്തിരിക്കുക പഴുക്കാനുള്ളതാണ്. ഇത് കണ്ടില്ലേ മാങ്ങ സൂപ്പർ. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓടി ഇവിടെ വന്നത്, ഈ മാങ്ങ കാണാൻ വേണ്ടി. കാരണം മാങ്ങയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്. സോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് ഈ വർഷം ഇങ്ങോട്ട് ഓടി വന്നത്. സോ നമുക്ക് നല്ലൊരു ടേസ്റ്റോട് കൂടിയ ഒരു മാങ്ങ മുമ്പ് കണ്ടല്ലോ നിങ്ങൾ കഴിച്ചു. ആ മാങ്ങയുടെ തൊട്ട് സൈഡിലായിട്ട് മുയലുകൾ ഇരിക്കുന്നുണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. റാബിറ്റ്സ്. വാവ് ലുക്ക് അറ്റ് ഇറ്റ്. സോ ഹിയർ. വാവ് സൂപ്പർ. കേട്ടില്ലേ? അതാണത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ കുറേ വാഴ നിൽപ്പുണ്ട് ഇവിടെ. നിങ്ങളെ കപ്പയ്ക്ക നിങ്ങൾ പറയുന്ന പോലെ ഇത് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ തേങ്ങ. സമയം ഉണ്ടായിരുന്നു നമുക്കൊരു കരിക്കൊക്കെ ഇടയ്ക്ക് കടത്തി കുടിക്കായിരുന്നു. മഴ വരാൻ പോകുന്നു. ഇവിടെ എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളും ഫ്രൂട്ട്സുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് സ്ഥലത്ത് അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാക്സിമം ഇവരെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു ഐശ്വര്യമല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ.
ഓരോ ടൈപ്പ് വെറൈറ്റീസ് വാഴ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പൈസ നോക്കത്തില്ല, പുള്ളിക്ക് എല്ലാ വെറൈറ്റി. എൻ്റെ ഹസ്ബൻഡിന് പൈസയല്ല, എല്ലാ വെറൈറ്റീസ് വേണം. അതുകൊണ്ട് ഒരുപാട് ടൈപ്പ് വാഴകളും വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹെറിക്കനൊക്കെ വരുമ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതൊക്കെ? ഈ മഴയൊക്കെ കാറ്റക്കരും കുറച്ചൊക്കെ ഇപ്പൊ അവിടെ കണ്ടോ, ഒരു വാഴ നല്ല കാറ്റക്കറിങ്ങനെ കുറച്ച് വാഴയും കുറെ അങ്ങ് പോവും. നമ്മളത് ഒരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. വരുമ്പം അന്നേരം കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞ് ബാക്കി. പക്ഷെ ഇത് വലിയൊരു ഹരിക്കാൻ ഈ ടിവിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഹരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. ചിലപ്പോൾ എന്തായാലും കുറെ പോവും. അപ്പൊ പിന്നെ നമ്മളത് ഹരിക്കാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം ഹരിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഷട്ടർ ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാവും മാവും ഒക്കെ കുഴിച്ചു വെക്കുമല്ലോ. അപ്പോൾ ചോദിച്ചു അതിന് പോകുന്നത് ഇപ്പൊ കുഴിച്ചു വെക്കുന്നത് പിന്നെ വളർന്ന് വരും. വലുത് ചിലപ്പോൾ കുറേയൊക്കെ പോവും. വലിയൊരു ഹരിക്കാനായിട്ട് അങ്ങനെ വന്നിട്ടില്ല, വല്ലപ്പോഴൊക്കെ വരും. ഒരു കാറ്റ് എന്നുള്ളതേ ഉള്ളൂ. വാഴ കുറെ പെടന്ന് പോകും. അതാണ് കപ്പളോ. ഇപ്പൊ കൃഷിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. സാനിജാന ഇഷ്ടം. പിന്നെ സാനിജാന കൊടുത്ത് ഞാനൊരു എൻ്റെ ഒരു ജോലിയായിട്ടൊക്കെ ചെയ്യുക. കാരണം ഇവിടെ തന്നെ ഇഷ്ടംപോലെ ജോലി ഉണ്ടല്ലോ. സാനിജാന ഇഷ്ടം. അപ്പൊ സാനിജാന്റെ ഇൻസ്ട്രക്ഷനിലും അഡ്വൈസിലും ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടും പറയുന്നതിനനുസരിച്ച്. പിന്നെ പണിക്കാരെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഈ മാങ്ങക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പോയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് നിൽക്കി നോക്ക് എൻ്റെ പൊന്നോ. ഈ 2 ഏക്കറിൽ ഇല്ലാത്തതൊന്നുമില്ല. ഒരു ഭാഗത്ത് വെജിറ്റബിൾസ് ആണെങ്കിൽ മറുഭാഗത്ത് ഫ്രൂട്ട്സ്. ചില ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ സീസണിലാണ്, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ഫാം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? റെഡ് കളറുള്ള ഫ്രൂട്ടാണേ ഇത്. ആക്ച്വലി ഇത് ഒരെണ്ണമുണ്ട് ഇവിടെ. ഇത് എഡിബിൾ അല്ല, ഇത് മഹ്കോട്ട ദേവ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റ്. ഇത് ഒത്തിരി മെഡിസിനലാണേ. ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് ഒരു ചീള് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കിടക്കിന് ഒരു ദിവസം ഒരു 6 ചീള് കുടിക്കുന്നത്. അത് ഭയങ്കര മെഡിസിനലാണ്. ഇങ്ങനെ കുഞ്ഞായിട്ട് ഉണ്ടായി വരുന്നുണ്ട്, നിറയെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി മെഡിസിനായിട്ട് ഷുഗർ, ഡയബറ്റിക്, കൊളസ്ട്രോളിനെല്ലാം ഒരു മലേഷ്യൻ ഫ്രൂട്ടാണ്. മഹ്കോട്ട ദേവ് എന്ന് പറഞ്ഞാൽ ദേവന്റെ പഴം എന്നാണ് അതിന്റെ അർത്ഥം. കാപ്പി കാപ്പി ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ. കാപ്പി ഇവിടെ നിൽപ്പുണ്ട്. വലിയൊരു ചക്കതാ വയ്ക്കുന്നു എൻ്റെ പൊന്നു. ഇതിന് ഇരട്ടിയാവൂന്നാ പറയുന്നത് കേട്ടോ. സൂപ്പർ. ഇവിടെ എല്ലാം നാണ്ടേ നഴ്സറിയാണ്. ഇവിടെ എല്ലാം എല്ലാ ടൈപ്പിലും ഉള്ളത് ആണ്ടേ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. പുതിയ തെങ്ങ് വെക്കാൻ വേണ്ടിയുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കുമോ ഇവിടെ നഴ്സറിയിൽ? ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇവിടെ വരുന്നവർക്ക് ഇത് കൊടുക്കുവോ? തൈ കൊടുക്കുവോ? ഇഷ്ടംപോലെ ഉണ്ടോ? You like it? Taste good? കഴിക്കുന്ന എന്താ ഭാഗ്യം. ഇവരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ മോളും ഒക്കെ എന്നാ ഭാഗ്യം നോക്കാം. മാങ്ങയും ചക്കയും ചാമ്പക്കയും ഇരുമ്പിപ്പുളി എല്ലാം കമ്പ്യൂട്ടർ ഗെയിം കളിയൊന്നും ഇവിടെ ഇല്ല. ആരാ ഇവിടെ ഇത് കഴിക്കാൻ കൊതി വരാത്തത്? ഇത്രയും സാധനങ്ങൾ നിന്നിട്ട് അടിപൊളി. നമുക്ക് ഈ ഗോഡൗണുകളൊന്ന് കാണാം. വിളക്കൊക്കെ നിൽക്കുന്ന അവിടെ നാട്ടിൽ കൊണ്ടുവന്ന്. ഇവിടെ വേണ്ടത് വളം, ഇഷ്ടംപോലെ വളം. ചട്ടികളൊക്കെ ഇരിക്കുന്ന നോക്ക്. ചട്ടികൾ, നാട്ടിലെ ചട്ടികൾ. ചെമ്പ്. സൂപ്പർ, അടിപൊളി. അരകല്ല്, നമ്മുടെ നാട്ടിൽ അരകല്ല് എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇത് പിച്ചാത്തികള് ഇഷ്ടം പോലെ പിച്ചാത്തികളൊക്കെ. ചകിരി ചോറ്. അത് എന്തോ ഇത് ഉണ്ടോണ്ട് ഓക്കെ. എന്നിട്ട് ഇവിടെ പറിക്കുന്നില്ല. നല്ല പറിച്ചുണ്ട് ഫ്രീസറിൽ കയറ്റുക. വാള് എല്ലാം ഉണ്ട്. മഗ് ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ ഒരു കട മൊത്തത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു കടയിൽ കിട്ടുന്ന, മലയാളി കടയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. മഗ്ഗുണ്ട്, മുറമുണ്ട്, പിച്ചാത്തി ഉണ്ട്, കത്തി ഉണ്ട്. ഇത് കണ്ടില്ലേ, വെറൈറ്റി ടൈപ്പ്. ഓക്കെ. ഭരണി വേണ്ട, നല്ല മാങ്ങ, കുഞ്ഞു മാങ്ങ ഇല്ലയോ, അതൊക്കെ ഇട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. എടുത്തൊരു ചോറ് മാത്രം കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലോ, ചോറിന് വേണ്ടി ഇത് മാത്രം മതി. ഒരു നല്ലൊരു അച്ചാർ. സൂപ്പർ. ഇത് കണ്ടില്ലേ, ഇത് ഇരുന്നിട്ടുണ്ടല്ലോ. എന്നാ അഡ്വാൻസാ ഇത്. ഇങ്ങോട്ട് വേണ്ടേ, ഇങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് പാത്രം കൊണ്ട് വെക്കുക. കേട്ടോ, അടിപൊളി അല്ലേ? സൂപ്പർ. നമ്മുടെ ഇഡലി വെക്കാൻ ഉള്ളത് സൂപ്പർ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കേട്ടോ,
ഇതുകൊണ്ടല്ലേ ഇതങ്ങോട്ട് എടുത്തിട്ടുണ്ട് നാട്ടിലെ നമ്മുടെ കൂട്ട് ചമ്മന്തിയൊക്കെ നമ്മുടെ ഈ മുളക് ഒക്കെ അങ്ങോട്ട് അരയ്ക്കാനേ. അപ്പോൾ നമ്മുടെ അച്ചാനും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ്ട് അച്ചാനും വന്നിട്ടുണ്ട് കറക്റ്റ് സമയത്ത്. വാ ഓക്കെ. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ വന്നു. ഇവിടുത്തെ സത്യം പറഞ്ഞാൽ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഈ സമയത്തെന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. അന്നേരമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടത്. മോൾ ആൻഡ് മാത്യൂസ് ദമ്പതികൾ ഇവിടെ സൂപ്പറായിട്ട് 2 മക്കളുമാരും കൂടെ ഉണ്ട് കേട്ടോ. 2 ബോയ്സ് ഇവർ ഇവിടെ ഇല്ല, സ്കൂളിൽ പോയേക്കാണ്. വെക്കേഷൻ സ്കൂളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോയേക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലത്ത് ഇവർ മനോഹരമായ കൃഷിയും നല്ല മൃഗങ്ങളും ഈ പട്ടികൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പട്ടികൾ ഇവിടെ ഇത്രയും വെറൈറ്റി പട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവർ സന്തോഷകരമായി കുടുംബജീവിതം ഇങ്ങനെ വൃക്ഷങ്ങളും കൃഷികളുമായിട്ട് നമ്മളെ പട്ടികളുമായിട്ടൊക്കെ ഒത്തൊരുമിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ഞങ്ങളെ ഇവിടെ പിന്നെ വെൽക്കം ചെയ്തതിന് താങ്ക് യു. അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ മോളിനൊരു ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് പറഞ്ഞ പേര്? മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം. കാരണം എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാണാൻ ഫ്ലോറിഡ ഉണ്ടെങ്കിൽ നല്ലോണം തകർത്തേനെ. കാരണം എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇവിടെ ഇവർക്കൊക്കെ നല്ല രസമാണ്. ഈ യൂട്യൂബ് എപ്പോഴും വീഡിയോ ഇടാം ഇവരുടെ കൃഷിയും എല്ലാം കാണിച്ചുകൊണ്ട്. സോ നമ്മൾ ഫ്ലൈ ചെയ്ത് ഇവിടെ വരെ വരണം ഇതൊക്കെ കാണിക്കണമെങ്കിൽ. സോ താങ്ക് യു ഫോർ എവറിത്തിങ്. ഇതെല്ലാം കൊണ്ട് കാണിച്ചതിന്. ആണ്ടെ ഇവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ആണ്ടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം ഇവിടെ ഇടിയും മിന്നലും കൊല്ലാനും ഒക്കെ തുടങ്ങി. സോ താങ്ക് യു ഫോർ എവറിത്തിങ്. മാത്യൂസ് അച്ചാനും മക്കളുമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും നേരുന്നു. സോ നിങ്ങളും ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് നയിക്കൂ. ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ആൻഡ് ബൈ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറ ഗേൾ ഉണ്ട്. ഓൾറൈറ്റ് ബൈ.